future makers. ഇന്ന് നമ്മൾ എംപ്ലോയബിലിറ്റി സ്കിൽ ഇൻട്രൊഡക്ഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എംപ്ലോയബിലിറ്റി സ്കിൽ എന്നുള്ളത്? അത് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. എംപ്ലോയബിലിറ്റി സ്കിൽസ്. എംപ്ലോയ് എന്നാണ് നമുക്കറിയാം, തൊഴിലാളി എന്നുള്ളതാണ്. അപ്പോൾ എബിലിറ്റിയോ? കഴിവ്. എബിലിറ്റി കഴിവാണെങ്കിൽ സ്കിൽ എന്നുള്ളത് എന്താണ്? ആ കഴിവിലുള്ള ഒരു വ്യക്തിയുടെ പ്രാവീണ്യത്തെ നമുക്ക് സ്കിൽ എന്ന് വിളിക്കാം. സോ ഒരു വ്യക്തിക്ക് അയാൾക്ക് അയാളുടെ തൊഴിലിൽ പ്രാവീണ്യം നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ്, ആ സബ്ജക്റ്റിന്റെ ആശയം എന്ന് നമുക്ക് പറയാം. സോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു തൊഴിലാളിയെ നമ്മൾ വിലയിരുത്തുന്നത് 4 പ്രധാന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമതായി നമുക്ക് ആ വ്യക്തിയുടെ ബിഹേവിയർ സ്കിൽ എന്ന് പറയാം. അയാളുടെ പെരുമാറ്റം, അയാളുടെ പ്രവൃത്തികൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ബാഹ്യമായ ഒരു വിലയിരുത്തൽ നമുക്ക് ഒരു എംപ്ലോയിനെ നമുക്ക് നടത്താൻ സാധിക്കും. ഒന്നാമത്തതാണ് ബിഹേവിയർ സ്കിൽ, അയാളുടെ പ്രവൃത്തിയാലുള്ള അയാളുടെ വിലയിരുത്തൽ. രണ്ടാമതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അയാളുടെ കമ്മ്യൂണിക്കേഷൻ, അയാൾക്ക് മറ്റുള്ളവരുമായി തൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കൊരു വ്യക്തിയെ വിലയിരുത്താൻ സാധിക്കും. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് നമ്മൾ പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ഉള്ളിൽ എത്രത്തോളം ആശയങ്ങളുണ്ട്, എന്തെല്ലാം ഐഡിയാസ് ഉണ്ട്, പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിനെ പറ്റി എത്രത്തോളം നോളജ് ഉണ്ട് എന്നെല്ലാം ആ കമ്പനിക്ക് അല്ലെങ്കിൽ അയാളെ ഇന്റർവ്യൂ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ആരാണോ ഈ വ്യക്തിയെ ജോലിക്കെടുക്കാൻ പോകുന്ന ആ വ്യക്തിക്ക് വിലയിരുത്താൻ സാധിക്കും. മൂന്നാമതായിട്ടുള്ളത് ഇംഗ്ലീഷ് ലിറ്ററസിയാണ്. സാമാന്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അത്യാവശ്യം സ്വന്തം പേര്, സ്വന്തം സെൽഫ് ഇൻട്രോ മുതലായ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇംഗ്ലീഷ് ഒരു ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമതായിട്ട് IT ലിറ്ററസി, സ്വന്തം കമ്പനിയിൽ കയറി സ്വന്തമായി ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുക, ആ റെസ്യൂമെ അതിൽ അയച്ചു കൊടുക്കുക, മെയിൽ ചെയ്യുക, അങ്ങനെ കമ്പനിയിൽ ചെയ്യുന്ന വർക്കിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു എക്സൽ, അത്യാവശ്യം MS ഓഫീസ് വർക്ക് ചെയ്യാൻ കഴിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ബേസിക് വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ഒരു IT ലിറ്ററസി ഉണ്ടെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. സോ ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിക്ക് പ്രാഥമികമായ ഒരാളെ വിലയിരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളെ പറ്റി നമുക്കിനി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ബിഹേവിയർ സ്കില്ലിനെ കുറിച്ചാണ്. ഈ ബിഹേവിയർ സ്കില്ല് നമുക്ക് എങ്ങനെ വളർത്താൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ബിഹേവിയർ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോടുള്ള സംസാരം, നമ്മളൊരു കമ്പനിയിൽ ഒപ്പം കൊളീഗ്സ് ഉണ്ടാവും, അതുപോലെ സുപ്പീരിയർ ഓഫീസേഴ്സ് ഉണ്ടാവും, നമ്മുടെ ബോസുമാരുണ്ടാവും, ഇവരോടെല്ലാം നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എന്തെല്ലാം രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ നമുക്ക് അത് എങ്ങനെ നമ്മുടെ ബിഹേവിയർ നല്ല രീതിയിലാക്കിയെടുക്കാം. സോ ഒരു പൊളൈറ്റ്നെസ് സ്വഭാവത്തിൽ നമുക്ക് എപ്പോഴും ആരെ കണ്ടാലും നമ്മളുടെ കീഴിലുള്ള സ്റ്റാഫ് ആയിക്കോട്ടെ, മുകളിലുള്ളവരായിക്കോട്ടെ, ഒപ്പം വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, പ്രായത്തിൽ മുതിർന്നതായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, എല്ലാവരെയും വിഷ് ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ മുമ്പിൽ വരുന്നവരെ ആദ്യമായി കാണുമ്പോൾ ഇപ്പോൾ രാവിലെ കാണുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾക്ക് ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കി പറയുക എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ആദ്യത്തെ കാര്യം. നമ്മൾ എപ്പോഴും ഇത് ശീലിച്ചാൽ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളതുപോലെ നമ്മൾക്കത് നമ്മുടെ ലൈഫ് ലോങ് തുടരാൻ സാധിക്കും. അത് നമ്മുടെ സ്വഭാവത്തിനെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. സോ നമ്മുടെ ബിഹേവിയർ ബെറ്റർ ആക്കാൻ ഏറ്റവും ആദ്യം നമ്മൾ എവിടെ ചെന്നാലും, നമ്മളൊരു കമ്പനിയിലെ സ്റ്റാഫാണ്, ക്ലയൻസിന്റെ വീടുകളിൽ ചെന്നാലും ഒരു ക്ലയന്റിനെ കാണുമ്പോഴും ആദ്യം അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തതിൽ ലഭിക്കും. സോ ഗ്രീറ്റിംഗ് എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ആളെ കാണുമ്പോൾ വിഷ് ചെയ്യാനുള്ള മെന്റാലിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളർത്തിയെടുക്കുക. നമ്മൾക്ക് ആ ഒരു പ്രാക്ടീസ് നമ്മൾക്ക് കൊണ്ടുവരാം. പിന്നെ നല്ല നല്ല സൗഹൃദം, നല്ല നല്ല ഫ്രണ്ട്സ്, നമ്മൾക്ക് എന്ത് മേഖലയിലാണ് നമ്മൾക്ക് തുടരാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത വ്യക്തികളെ സുഹൃത്തുക്കളാക്കുക. അങ്ങനെയുള്ളവരുമായി നല്ല സൗഹൃദവും അവരുടെ ലൈഫിൽ നിന്നും നല്ല നല്ല സ്വഭാവങ്ങളും നിങ്ങൾ സ്വാംശീകരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ അവരുടെ സ്വഭാവവും അവരുടെ വ്യക്തിത്വവും നല്ല നല്ല വ്യക്തികളുടെ സ്വഭാവങ്ങളെല്ലാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ബിഹേവിയറിൽ നമ്മൾക്ക് ഒരുപാട് വ്യത്യാസം വരുത്താൻ സാധിക്കും. എപ്പോഴും ചിരിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക, ബുദ്ധിമുട്ടുള്ള പ്രയാസകരമായ ഘട്ടങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴും ചിരിയോടുകൂടി ആ സിറ്റുവേഷനെ സഹിഷ്ണുതയോടുകൂടി
നേരിടാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിഹേവിയർ സ്കില്ലിലെ ആദ്യ ഘടകം. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ബിഹേവിയർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്തതായി നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചാണ്. അത് നമ്മുടെ ജോലിയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വായിൽ നിന്ന് എന്ത് വരുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് തരത്തിൽ സംസാരിക്കുന്നു എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നമ്മുടെ തൊഴിലുമായി വളരെയധികം ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാം. ഒരു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് നമ്മൾ കേട്ട കാര്യം അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിച്ച ആശയം, ഐഡിയ, ഇതെല്ലാം കൃത്യമായ രീതിയിൽ ആവശ്യമുള്ള രീതിയിൽ നമുക്കത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ സ്റ്റാഫുകളുടെ ഇടയിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ പഠിച്ച കാര്യത്തെ പറ്റിയെല്ലാം നമ്മൾക്ക് നല്ല ഐഡിയ ഉണ്ട്. ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിനോട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഉള്ളിൽ അറിയാം, പക്ഷെ അതൊരാളുടെ മുമ്പിൽ ചെന്ന് നിന്ന് പറയാനുള്ള ബുദ്ധിമുട്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാഹചര്യം, ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും ചിരിച്ച് സുഹൃത്തുക്കളോടാണെങ്കിലും എല്ലാ കാര്യവും നിങ്ങൾ ഷെയർ ചെയ്യാൻ പഠിക്കണം. ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കുന്ന ഒരു ഫ്രൈറ്റ്നെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അടുത്ത സുഹൃത്ത്, ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് തന്നെ ആയിരിക്കാം, അവരോട് തുറന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സംസാരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നിങ്ങളുടെ സുഹൃത്തുക്കളോട് തുറന്ന് സംസാരിക്കുക, അവരുമായി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പരസ്പരം പറഞ്ഞു ഷെയർ ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ പ്രധാന കാര്യം. നിങ്ങൾ പഠിച്ച നോളജിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പറയാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാഫിനോട് ചിലപ്പോൾ സീരിയസ് ആയി നമ്മളോട് ചൂടാവുന്നവരുണ്ടാവും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും. അവരോടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും അവരുമായുള്ള ബന്ധം പാടെ നശിപ്പിക്കുന്ന രീതിയിൽ തിരിച്ച് നമ്മളും പ്രൊവോക്കാവുന്ന രീതിയിൽ സംസാരിക്കാതെ നമ്മൾക്കും നമ്മുടെ ആ ഒരു വികാരങ്ങളെല്ലാം സൈലന്റ് ആക്കി വെച്ചിട്ട് നല്ല രീതിയിൽ പൊളൈറ്റ് ആയിട്ട് വളരെ ക്ഷമാപൂർവ്വം അല്ലെങ്കിൽ വളരെ സാഹൃദമാണ് നമ്മുടെ ആ ഒരു ഉത്തരം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പ്രതികരണം നിങ്ങൾക്ക് സാവധാനം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയും. അതേസമയം നമ്മുടെ കമ്പനിയിൽ വളരെ കംപ്ലൈന്റുകളായിട്ട് വരുന്നവരോട് തിരിച്ച് നമ്മൾ ദേഷ്യപ്പെട്ട് നിങ്ങളോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു കസ്റ്റമറെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നേക്കാം. സോ വളരെ ക്ഷമാപൂർവ്വം കാത്തിരുന്ന ശേഷം പറയാനുള്ള വ്യക്തികൾ പറയുന്നത് മുഴുവൻ കേട്ട ശേഷം നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റുകൾ നിരത്തി വെച്ച് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തുറന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് നിങ്ങളുടെ ആ ഒരു സ്ട്രേറ്റ് ഫ്രൈറ്റ്നസ് മാറ്റിയെടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെ രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് പറയാനുള്ള കാര്യങ്ങളുടെ പോയിന്റ്സ് ആദ്യമേ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഞാനിന്ന് പറയുന്നതിൽ ഉൾക്കൊള്ളിക്കണം, ഞാനിന്ന് പറയുന്നതിൽ വിട്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം മുൻകൂട്ടായി നിങ്ങളൊരു പ്രീ നോട്ട് പ്രിപ്പറേഷൻ നടത്തി വെക്കുക എന്നുള്ളതാണ്. ആദ്യമേ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ആ നോട്ട് നിങ്ങൾ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുക. നോക്കി വായിക്കണം എന്നല്ല, എങ്കിലും ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. സോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു എംപ്ലോയബിലിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായി നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷ് ലിറ്ററസിയെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഴയ തലമുറ പോലെയല്ല, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇംഗ്ലീഷ് ഒട്ടും അന്യമല്ലാത്തൊരു ഭാഷയാണ്. കാരണം എന്താണ്, നമ്മൾ LKG മുതൽ കുട്ടികളിപ്പോൾ നമ്മൾ അടക്കമുള്ള ജനറേഷൻ LKG മുതൽ ഇംഗ്ലീഷ് കൂടെ കൊണ്ടുനടക്കുകയാണ്. എങ്കിലും ആ ഗ്രാമറിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാരണം കുറച്ച് പേർക്കെങ്കിലും ഇംഗ്ലീഷിന് ഒരു ചെറിയ ഭയമുണ്ട്. ഈ ഭയം ഒഴിവാക്കാനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് നമ്മളെ പറ്റിയുള്ള വിവരണമെങ്കിലും ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കണം. കോൺഫിഡൻസോടെ എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ സെൽഫ്, പ്ലീസ് ഗീവ് യുവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ പകച്ചു നിൽക്കാതെ നിങ്ങളെപ്പറ്റി, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ എന്തെല്ലാം പഠിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവാൻ ആഗ്രഹം, നിങ്ങളുടെ ഹോബി എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങളെക്കുറിച്ച് ഒരു സെൽഫ് ഇൻട്രോ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കി കയ്യിൽ വെച്ചിരിക്കുക. അത് ലെഷർ ടൈമിലും കണ്ണാടി മുമ്പിൽ നിൽക്കുമ്പോഴും എല്ലാം ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളെ തന്നെ കൂടുതലായിട്ട് കോൺഫിഡൻ്റ് ആക്കി വയ്ക്കുക. പിന്നെ ആർക്കും അത്യാവശ്യം ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും അല്ലേ? സോ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഗൂഗിളിൻ്റെയോ മറ്റു സഹായത്തോടെ നിങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ കേട്ട് പഠിച്ച് ഇംഗ്ലീഷിനെ കുറച്ചുകൂടി നിങ്ങളുമായി അടുപ്പിച്ച് വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക.
ഒരു ജോലി സ്ഥലത്ത് ചെന്നിട്ടല്ല ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന വിഷയത്തെ നിങ്ങളായിട്ട് തന്നെ തോൽപ്പിക്കണം. സോ ആ ഇംഗ്ലീഷിനോട് നിങ്ങൾ തന്നെ കുറേശ്ശെ അടുക്കാനുള്ള ശ്രമം നടത്തുക. അതിന് ഏറ്റവും പ്രാഥമികമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ റെസ്യൂമെ പ്രിപ്പറേഷൻ. ഇതെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവ് വരേണ്ട ആവശ്യമില്ല. സ്വന്തം വിവരണങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി എംപ്ലോയബിലിറ്റിയുടെ 4ാമത്തെ ഘടകം എന്ന് നമ്മൾ പറഞ്ഞത് IT ലിറ്ററസിയെ കുറിച്ചാണ്. IT ലിറ്ററസിയും ഒട്ടും പറയില്ലല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ IT ഒഴിച്ചു നിർത്തിയിട്ട് ഒരു മേഖലയിൽ കൂടി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. എല്ലാം ഓൺലൈനും കമ്പ്യൂട്ടറും ബേസ് ചെയ്ത് തന്നെയാണ്. സോ നമ്മുടെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അത് എല്ലാ തൊഴിലിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളിൽ ഇപ്പോൾ പ്രൈമറി ക്ലാസ് മുതൽ കമ്പ്യൂട്ടർ ഒരു സബ്ജക്റ്റ് ആക്കി മാറ്റിയിരിക്കുന്നത്. ഈ ITയുടെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളോട് പറയുകയാണ്. റഹീം എന്നുള്ള ഒരു വ്യക്തി കൊൽക്കത്തയിലുള്ള ഒരു AC കമ്പനിയിൽ ജോലിക്ക് കയറുകയാണ്. ഈ കമ്പനിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ സൂപ്പർവൈസർ അദ്ദേഹത്തോട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ AC ഇൻസ്റ്റാൾ ചെയ്യുക, AC റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം അത് സമ്മതിച്ചു. പിറ്റേ ദിവസം മുതൽ ഓരോ കസ്റ്റമറിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും അദ്ദേഹം അവിടെ ചെന്നിട്ട് ആദ്യം അവിടുത്തെ കസ്റ്റമേഴ്സിനെ ഗ്രീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം തന്റെ ജോലി എന്താണെന്ന് അവരോട് അന്വേഷിക്കുന്നു. തന്റെ വർക്ക് ചിലപ്പോൾ ഇൻസ്റ്റാളേഷൻ ആവാം, റിപ്പയർ ആവാം. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം അദ്ദേഹം അവരിൽ നിന്നും തന്റെ ഫീഡ്ബാക്ക്, താൻ ചെയ്ത വർക്കിന്റെ ഫീഡ്ബാക്ക് ശേഖരിക്കുന്നു. ഫീഡ്ബാക്ക് ശേഖരിച്ച് തിരിച്ച് കമ്പനിയിലെത്തി ഇറക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അത് തന്റെ ഡേറ്റയിൽ ആ ഫീഡ്ബാക്ക് മുഴുവൻ എൻട്രി ചെയ്ത് തന്റെ സിസ്റ്റത്തിൽ കയറ്റിയ ശേഷം അതാത് ദിവസത്തെ വർക്ക്സ് തന്റെ സൂപ്പർവൈസറിന് അയച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ തുടർച്ചയായി അദ്ദേഹം ഇതേ പ്രോസസ്സ് തന്നെ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനിയിലെ സൂപ്പർവൈസറിലേക്ക് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹത്തിനോട് സൂപ്പർവൈസർ ആകെ കൂടി ആവശ്യപ്പെട്ടത് AC ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം തന്റെ ജോലിയിൽ മികച്ചതായി നിൽക്കാൻ വേണ്ടി അദ്ദേഹം പറയാത്ത കുറച്ച് കാര്യങ്ങൾ ചെന്നപ്പോൾ കസ്റ്റമറെ ഗ്രീറ്റ് ചെയ്തു, അവരോട് തന്റെ ജോലിയെ പറ്റി പ്രത്യേകം അന്വേഷിച്ചു. അതിനുശേഷം വർക്ക് തീർന്നതിന് ശേഷം അദ്ദേഹം അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ശേഖരിച്ചു. ഈ ഫീഡ്ബാക്ക് കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്തു. അത് അദ്ദേഹത്തിന്റെ സൂപ്പർവൈസറിന് അയച്ചു കൊടുത്തു. ഈ 5 കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമേ സൂപ്പർവൈസർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകുള്ളൂ, AC റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ബാക്കിയെല്ലാം സ്വന്തം കയ്യിൽ നിന്നും സ്വന്തം ജോലിയിൽ നിന്ന് ജോലിയുടെ പ്രാവീണ്യം തെളിയിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്കും ഇതുപോലെ സാധിക്കും. നിങ്ങളുടെ ജോലിയിലും നിങ്ങൾക്ക് മികച്ചതാകാൻ കഴിയും. സോ ഈ 5 കാര്യങ്ങൾ എന്നും നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഇംഗ്ലീഷ് ലിറ്ററസി ആൻഡ് നിങ്ങളുടെ IT ലിറ്ററസി. ഈ 4 ഗുണങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഹാവ് എ നൈസ് ഡേ.